ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ് ടു ഹെഡിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ജേവിയുടെ ഉറക്കത്തിട്ട് സ്വപ്നമൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിന്ന് നിർബന്ധിച്ചിട്ട് അവനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. ഡോക്ടറിനെ കണ്ട് മെഡിസിൻ വാങ്ങുന്നുണ്ട്. എന്നാൽ ജയ്ക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണെന്ന് കരുതിയിട്ട് ഡോക്ടറാണെങ്കിൽ സ്ലീപ്പിംഗ് പില്ല് മാത്രമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു മെഡിസിൻ വാങ്ങുന്നുണ്ട്. ജിന്നപ്പോൾ ഇതെന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സെല്ലാം പൊട്ട ഡോക്ടർമാരാണല്ലോ, ഇവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെയ്യുന്നതൊന്നും മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ജിന്നാണെങ്കിൽ ജയുടെ കാര്യത്തിൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ജിന്നിനെ ഒന്ന് കാം ഡൗൺ ആക്കാനായിട്ട് ജയ ആണെങ്കിൽ സ്വിമ്മിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അവരങ്ങനെ ഒരു പൂളിൽ സ്വിം ചെയ്യുന്ന ടൈമിൽ ജയ പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ സ്വിമ്മിങ് ചെയ്തതും ബീച്ചിൽ പോകുന്നതൊക്കെയല്ലേ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് പിന്നീട് ബീച്ചിൽ പോകും, ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ജിന്നപ്പോൾ അല്ല, നിനക്ക് ആ കാര്യം എങ്ങനെ അറിയാം? ഞാനാണെങ്കിൽ ഈ കാര്യം എൻ്റെ അമ്മയുടെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ അതെനിക്കറിയത്തില്ല, എങ്ങനെയും ഇതെന്നെ മെമ്മറിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നെ മിക്കവാറും ഫ്യൂച്ചർ കാണുന്നതിൻ്റെ കൂടെ ഫ്യൂച്ചറിൽ നീ അറിയാൻ പോകുന്ന കാര്യങ്ങളുടെ മെമ്മറീസ് ഇതിന് ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിന് ജിന്ന് പറയുന്നുണ്ട്, ആക്ച്വലി ഇങ്ങനെ വന്നതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. നമ്മളാണെങ്കിൽ എങ്ങനെ സെറ്റായി, എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഒന്നിച്ചത്, നമ്മൾ തമ്മിലുള്ള ദേഷ്യം എങ്ങനെ മാറി, അതൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. ഒറ്റയടിക്ക് നമ്മളാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ബോയ് ഫ്രണ്ട്സായി. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയായിരുന്നു നടക്കേണ്ടത് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിനക്ക് നല്ല വിഷമമുണ്ടോ, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ആലോചിക്കുമ്പോഴത്തേക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു മെമ്മറി എനിക്ക് മൈൻഡിലില്ലല്ലോ, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ജയ. അപ്പോൾ എങ്കിൽ പിന്നെ നമ്മൾ ഡേറ്റ് ചെയ്ത് ഏതെങ്കിലും മൊമെൻറ്റ്സ് എൻ്റെ സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കത് പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഓക്കെ, പക്ഷേ എന്നാലും എനിക്ക് ആ മെമ്മറീസ് ഇല്ലല്ലോ, സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ എപ്പോഴും കാണുന്ന വിഷയമല്ലേ ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതല്ലേ, അപ്പോൾ ഒരാൾ മരിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തൊക്കെ ചെയ്താലും അയാൾ മരിക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് പെട്ടെന്ന് ജയാണെങ്കിൽ ജിന്നിനെ ഹഗ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ സോറി പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ, ഇനി ഞാൻ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ജയയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാണുന്നുണ്ട്. ജിന്നാണെങ്കിൽ വല്ലാണ്ട് ടെൻഷനായി പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഐസ് പാക്കൊക്കെ വയ്ക്കുന്നുണ്ട്. ജിന്ന് ഭയങ്കര ടെൻഷനിലാണ്. എന്നാൽ ജയാണെങ്കിൽ ഇനി ഒന്ന് കാം ഡൗൺ ആയിട്ടിരിക്കും, ജസ്റ്റ് ഒന്ന് നോസ് ബ്ലീഡ് ആയതില്ല, അതൊക്കെ കൊച്ചു കുട്ടികൾക്കൊരു ഇപ്പോൾ വരുന്ന കാര്യം, പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിന്നാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചപ്പോൾ നമ്മൾ കുറച്ച് മുന്നെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട്, വീണ്ടും ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ വട്ടാണെന്ന് വിചാരിക്കത്തുള്ളൂ, ഇനി പോയി കഴിഞ്ഞാൽ നിൻ്റെ തലയിൽ വല്ല ചെക്കപ്പ് എല്ലാം നടത്താനായിരിക്കും ഞാൻ ഡോക്ടറിനോട് പറയാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജിന്നാ ടൈമിന് എനിക്ക് ഇതിനെക്കുറിച്ച് അത് ടെൻഷൻ ഉള്ളതുകൊണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എന്തെങ്കിലും തലവേദന എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചപ്പോഴത്തേക്കും ജയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജിന്നിനെ പതുക്കെ ബെഡിലേക്ക് കിടത്താണ്. എന്നിട്ട് അവൻ്റെ മുകളിലോട്ട് കയറി കിടന്നിട്ട് എനിക്ക് നിൻ്റെ ബോയ് ഫ്രണ്ട് ആയ ഒരു ഫീലിംഗ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ജിന്നാണെങ്കിൽ ചുമ്മാ കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ജയനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ജിന്നാണെങ്കിൽ ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജയാണെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, ചുമ്മാ എന്തിനും ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞിട്ട് ബ്ലഷ് ആവുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ടൈം വാനും ഫാമും കൂടെ ആയിട്ട് ഒരുമിച്ച് ബെഡിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ വാനിൻ്റെ പാരൻസിനെ കാണാനായിട്ട് തൻ്റെ കൂടെ വന്നതിൽ ഫാമിനോട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ഫാം ജസ്റ്റ് ഓക്കെ എന്ന് ജസ്റ്റ് ഇങ്ങനെ മാത്രം റിപ്ലൈ എടുക്കുന്നുള്ളൂ. ആ ടൈമിന് വാനാണെങ്കിൽ അല്ല നീ ഇപ്പം എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് വെച്ചപ്പോൾ ഫാമാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ നീ ഒരു തരത്തിലും പെരുമാറണ്ട, നീ എങ്ങനെയാണോ ഉള്ളത് നീ അതുപോലെ തന്നെ ഇരുന്നാൽ മതി. എൻ്റെ ലൈഫിൽ എൻ്റെ പാരൻസ് എന്നെ കെയർ ചെയ്തതിന് ശേഷം നീയാണ് എന്നെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാമാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴത്തേക്കും സൈലൻ്റ് ആയിട്ട് ഇരുന്ന് പോകുന്നുണ്ട്. ആ സമയം നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ മറ്റെന്തോ പറഞ്ഞു തുടങ്ങാനായിട്ട് വരുന്നുണ്ട്, എന്നാൽ പറയാൻ സമ്മതിക്കുന്നില്ല. അതിന് മുന്നേ ഫാമാണെങ്കിൽ വാനിനെ കിസ് ചെയ്യാണ്. കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫാം ചോദിക്കുന്നുണ്ട്, അല്ല എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം നിനക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്ന്. വാനപ്പോൾ അല്ല എന്ത് കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ട, അതിന് മാത്രമേ എനിക്ക് എന്ത് നല്ല ഗുണമുള്ളൂ നീ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ നീ ഒരു അഴുക്ക ചെക്കന, അതുകൊണ്ട് തന്നെ നിന്നെ എപ്പോഴും നോക്കേണ്ട സിറ്റുവേഷൻ എനിക്കല്ലേ വരുന്നത്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഞാനത് കേട്ടതും എൻ്റെ പൊന്നെ ഒടുക്കത്തെ ഇൻസൾട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആകാവോ എന്താ നിൻ്റെ മറുപടി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്ന് ഫാം ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫാം യെസ് പറഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ജിന്നാണെങ്കിൽ ഉറക്കെഴുന്നേറ്റ് പല്ലേക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവൻ്റെ ബ്രഷിൽ ഓൾറെഡി ജയ ആണെങ്കിൽ പേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജയ വീണ്ടും ജിന്നിനെ ഒന്നേന്ന് വളച്ച് സെറ്റാക്കാനുള്ള വഴിയാണ്. കാരണം ജിന്ന് നേരത്തെ പറഞ്ഞല്ലോ അവനാണെങ്കിൽ ജയുമായിട്ട് ഇങ്ങനെ ഇഷ്ടത്തിലായതിൻ്റെ മെമ്മറീസോ ഒന്നുമില്ല, പെട്ടെന്നൊരു മൊമെൻ്റ് കൊണ്ടാണ് അവർ ബോയ് ഫ്രണ്ട്സായി മാറിയത്, അതിൽ തനിക്ക് വിഷമമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ജയ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഞാൻ വളച്ച് സെറ്റാക്കും, നിനക്ക് ഞാൻ മെമ്മറീസ് ഒക്കെ തരുമെന്ന്. അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ തുടങ്ങിയെന്ന് അറിയുമ്പോൾ തന്നെ ജിന്നാണെങ്കിൽ എൻ്റെ ഈശ്വരൻ ഞാൻ എന്തൊക്കെ കാണണമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമിനായപ്പോലും ജിന്നിന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡിൻ്റെ മുകളിൽ സോസൊക്കെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജിന്നപ്പോൾ എൻ്റെ പൊന്നി പരിപാടി നിർത്തോ, നീ പഴയതുപോലെ ആയാൽ മതി, ആരെങ്കിലും രക്ഷിക്ക് ദൈവമേ എന്നും പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. പിന്നീട് അവർ കോളേജിലേക്കൊക്കെ പോവുകയാണ്. ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിന് ജയിൻ്റെ അടുത്ത് വാൻ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നീ ജിന്നിൻ്റെ വീട്ടിൽ ചെന്ന ടൈമിന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു
ആണല്ലോ, ഇപ്പം നിനക്ക് തിരിച്ചു പോകണ്ടേ, തിരിച്ചു പോകാൻ പ്ലാനൊന്നും ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജയാണെങ്കിൽ ഇത് എൻ്റെ കാര്യത്തിൽ ഇടപെടണം, നീ നിൻ്റെ കാര്യം നോക്കണമെന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ ഓഹോ അങ്ങനെയാണല്ലേ, ശരി ഇനി എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജയാണെങ്കിൽ അതിന് നിൻ്റെ ലൈഫിൽ അറിയാൻ മാത്രം എന്താ നടക്കുന്നത് എന്നിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും ഇവർ ക്യാൻറ്റീനിൽ ഫുഡും കൊണ്ട് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം മായും അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഫുഡും കൊണ്ട് വന്നിരിക്കുന്നു. മായിനെ കാണുമ്പോൾ തന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിനക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, 24 മണിക്കൂർ നീ ഇവിടെയാണല്ലോ എന്ന്. മായ പോയി എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തായിരുന്നു. പ്രൊഫസറാണെങ്കിൽ അതാണെങ്കിൽ അഴുക്ക് പോലെ ഒരു തെറിയുമായിരുന്നു, അതിനെക്കൊണ്ട് കളയുകയാണ് ചെയ്തത്. എനിക്കാണെങ്കിൽ സങ്കടം വന്നു പോയി, എനിക്കത് സഹിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ പൊട്ടത്തരം എഴുതി കൊടുത്താൽ അങ്ങനെയൊക്കെ വരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ മായാണെങ്കിൽ അവിടെ ഇൻസൾട്ട് ഇവിടെ ഇൻസൾട്ട്, എന്തായാലും എൻ്റെ സ്ട്രെസ്സും ആ സങ്കടമൊക്കെ മാറ്റാനായിട്ട് നമുക്ക് വൈകുന്നേരം ഡ്രിങ്ക് ചെയ്യാൻ പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ ഇത്രയും ഡയലോഗ് അടിച്ചുകൊണ്ട് വന്നത്, അതൊക്കെ നേരിട്ട് പറഞ്ഞാൽ പോലെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഡ്രിങ്ക് ചെയ്ത് തുടങ്ങി ഒരു അല്പം കഴിയുമ്പോഴത്തേക്കും മായും പിന്നെ വാനും കൂടെ കിടന്ന് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ജയ ആണെങ്കിൽ ജിന്നിനോട് ചോദിക്കുന്നുണ്ട്, നീ ഡാൻസ് ഒന്നും ചെയ്തില്ലായിരുന്നു. ജിന്നപ്പോൾ എൻ്റെ പോയിന്റ് ഞാനെങ്ങും ഇല്ല, അവന്മാർ കളിക്കുന്നതാണെന്നുണ്ട് രണ്ടിനും വട്ടായതുപോലെ കളിക്കുന്നത്, ഇങ്ങനെയൊക്കെ വേറെ ആര് ഡാൻസ് കളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജിന്ന് കുറച്ച് കഴിഞ്ഞ് ഡ്രിങ്ക് ചെയ്ത് ഒരു പരുമാകുമ്പോഴത്തേക്കും ഇവൻ അവിടെ കിടന്ന് ഒടുക്കത്തെ ഡാൻസ് കളിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അവിടെ ഒതുങ്ങിയിരുന്നത് ഫാമും ജയുമായിരുന്നു. ആ ടൈമിൽ ഫാമാണെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങി സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി സിഗരറ്റ് വലിക്കുന്ന ടൈമിന് ഫാമാണെങ്കിൽ ജയ്ക്കും യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ജയാണെങ്കിൽ ഇല്ല, താമയ്ക്കാറ് ഫ്യൂച്ചറിൽ ഈ ഒരു സിഗരറ്റിലേക്ക് നിർത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത് ചെയ്യുന്നില്ല, നിർത്തുവാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഫാമാണെങ്കിൽ ആ ഒരു ടൈമിന് ഇവൻ പറഞ്ഞ ഫ്യൂച്ചറിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട്, അല്ല നീയാണെങ്കിൽ ജിന്നിനോട് അതിനെപ്പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ജിന്നിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു, അവൻ നീ പറഞ്ഞപ്പോൾ തന്നെ വിശ്വസിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ വിശ്വസിച്ചു, കാരണം ആ സ്വപ്നം മൊത്തം ഞാനും അവനും ഒരുമിച്ചുള്ളതായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം ഇപ്പോഴാണ് ആദ്യമായിട്ട് ഫാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഫാം അപ്പോൾ തന്നെ സ്വപ്നത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ആൾ അത് ജിന്നായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജയപ്പോൾ ആ അതെ, അത് മാത്രമല്ല ഞാനും ജിന്നും ബോയ് ഫ്രണ്ട്സ് ആണ്, കാരണം ഞാൻ കണ്ട ആ ഒരു വിഷ്വലിൽ പോലും അടുത്ത 10 വർഷത്തിനുള്ളിൽ ഞാനും അവനും ബോയ് ഫ്രണ്ട്സ് ആവുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫാം ആണെങ്കിൽ നീ സീരിയസ് ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നിങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ആണെങ്കിൽ ഫ്യൂച്ചറിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ചേഞ്ചസ് വരുമ്പോൾ ഫ്യൂച്ചറിലും കഥ മൊത്തം മാറത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം കാര്യം ജിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ ഞാനാണെങ്കിൽ അത് വലിയ കാര്യമാക്കില്ല, കാരണം ഞാനെങ്ങനെ ഫ്യൂച്ചറിൽ ചേഞ്ചസ് വരുത്തുന്നത്, ഞാനതിന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയമാണ് ഫാം നോക്കുമ്പോൾ വാനാണെങ്കിൽ കുടിച്ചിട്ട് ഏതോ ഒരു പെങ്കുശിനോട് ഇങ്ങനെ കൈയും പിടിച്ചൊക്കെ നടന്നു പോകുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഫാം താൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും വാനും ആ ഒരു പെങ്കുച്ചയും കിസ് ചെയ്യാൻ അങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്നത് ഫാമിന് നല്ല സങ്കടം വരുന്നുണ്ട്. വാൻ പെട്ടെന്ന് ഫാമിനെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു പെങ്കുച്ചിനെ തള്ളി മാറ്റി അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സോറി, ഞാൻ പെട്ടെന്ന് ആ ഒരു ഡ്രിങ്ക് ചെയ്തതിൻ്റെ ഇത് അറിയാതെ ചെയ്തു പോയതാണ്, ഞാൻ ഇവിടെ ഓർത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടുള്ള കാര്യമാണ് നീ മറന്നുപോയത് എന്നിങ്ങനെ വാനിനോട് ചോദിക്കുന്നുണ്ട്. വാനപ്പോൾ ഐ എം സോറി എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഫാമിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അടുത്ത് ജിന്നിനെയും ജയിനെയും കാണിക്കുകയാണെങ്കിൽ ജയ് എങ്ങനെയൊക്കെയോ ജിന്നിനെ വീട്ടിലേക്ക് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ജിന്ന് അത്രയ്ക്ക് ഡ്രിങ്ക് ചെയ്ത് കിളി പോയിട്ടുണ്ടായിരുന്നു. ജയ് പറയുന്നുണ്ട്, നീ ഇത്രയും ഡ്രിങ്ക് ചെയ്തു ഇങ്ങനെ ഒട്ട് എക്സ്പെക്ട് ചെയ്തില്ല. ആ സമയം ജിന്നാണെങ്കിൽ വർഷത്തിലൊരിക്കലല്ലേ, എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് വേണ്ട വേണ്ട അവിടെ കിടക്ക്, നീ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ചറക്കി അടിച്ച് വീണിട്ട് അവസാനം അവിടെ വടിയായി കിടക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിനക്ക് ജസ്റ്റ് ടവൽ വെച്ച് ബോഡിയൊക്കെ ഒന്ന് തുടച്ചു തരാമെന്നും പറയുന്നുണ്ട്. അപ്പം തന്നെ ജിന്നിൻ്റെ ബോധം പോയിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ജയ അങ്ങനെ പതുക്കെ ജിന്നിൻ്റെ ഷർട്ടൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ടൈമാണ് അവൻ ഇവൻ്റെ ഷർട്ടൊക്കെ ഇന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന ടൈമിന് അവന് ചെറിയൊരു മടിയുണ്ടായിരുന്നു. അടുത്ത് വീണ്ടും വാനിനെയും ഫാമിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും ഫാമിന് ചെറിയ ദേഷ്യമുള്ളതുപോലെ തോന്നിയിട്ട് വാനാണെങ്കിൽ ഞാൻ സോറി എന്ന് പറയുന്നുണ്ട്. ഫാം അപ്പോൾ ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. വാനപ്പോൾ വീണ്ടും സോറി എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാമെന്ന് വീണ്ടും ഫാം പറയുന്നുണ്ട്. വാനപ്പോൾ അവൻ ഹഗ് ചെയ്തിട്ട് അവൻ റിയലി സോറി, ഇങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫാമിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം ഫാമാണെങ്കിൽ നിനക്ക് നന്നായിട്ട് കിസ് ചെയ്യാൻ അറിയാമല്ലോ, നീ ഇനിയിപ്പോൾ എത്ര പെൺകുട്ടിയുടെ കിസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നിനക്ക് ഇപ്പോഴും എൻ്റെ ദേഷ്യം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈം ഫാം അതുകൊണ്ടല്ല, ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചാണെന്ന് പറയുന്നുണ്ട്. ഞാനപ്പോൾ ഞാൻ കിസ് ചെയ്യുന്നതിൽ മാത്രമല്ല അടിപൊളിയായിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാമിനെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷർട്ടൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ ടൈം ഫാമാണെങ്കിൽ അല്ല ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണോ എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ദേഷ്യം നീ മാറ്റാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഐഡിയ വർക്കാവുന്നുണ്ടോ എന്ന് അവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഫാം അപ്പോൾ വർക്കായില്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കുന്നില്ല, തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടിനും കിസ് ചെയ്ത് ചെറുതായിട്ടൊക്കെ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ഇത് ജിനിനെയും ജയിനെയും കാണിക്കുമ്പോഴത്തേക്കും ജയ് ഇപ്പോൾ ജിനിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ട് അവനെ ബെഡിലേക്ക് കിടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലപ്പോൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ജിന്നിന് ആക്സിഡൻറ്റ് പറ്റി അവൻ്റെ കാർ ഇടിച്ച് കിടക്കുന്ന ഇവൻ കണ്ട വിഷ്വൽ, ആ ഒരു വിഷ്വലിലെ കാർ ഇടിച്ച് കിടക്കുന്നതായിട്ടൊരു ഡ്രോയിങ് വരച്ചത് അതിലിങ്ങനെ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ കണ്ട ഒരു ആക്സിഡൻറ്റ് വിഷ്വലെല്ലാം മനസ്സിൽ
മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അവൻ പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. വീണ്ടും ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഡ്രോയിങ് അതിനകത്തില്ല. അത് പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഡ്രോയിങ് ഇമാജിനിൽ വന്നതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഡ്രോയിങ് അതേപോലെ തന്നെ ആ ബുക്കിൽ വരച്ച് വെക്കുന്നുണ്ട്. ദിവസവും രാവിലെ ജിന്നാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്കും ജെയിൻ ഒരിടത്തും കാണാനില്ല. ജയാണെങ്കിൽ ഇതേ സമയം ആ ഒരു വണ്ടി ഇടിച്ച് ആക്സിഡൻ്റ് ആയി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവൻ്റെ സ്വപ്നത്തിൽ ഏതാണോ കണ്ടത് ആ ഒരു സ്ഥലത്തേക്ക് പോയി നിന്നിട്ട് അവൻ ആ ഒരു സ്ഥലം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയം ജിന്ന് കോൾ ചെയ്തിട്ട് നീ ഇത് എവിടെയാണ്, നീ എന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇന്നലെ രാത്രി സ്ലീപ്പിംഗ് ബില്ല് കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ജോഗിങ്ങിന് വന്നു, ഞാൻ ഇവിടെ പുറത്തടുത്ത് തന്നെ ഉണ്ട്, പെട്ടെന്ന് വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെപ്പോൾ ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് നോക്കുമ്പോൾ വേണ്ട വേണ്ട നീ കാർ എടുക്കരുത്, നീ ഒരിക്കലും കാർ ഒട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ജിന്നപ്പോൾ നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഷൗട്ട് ചെയ്തതല്ല, ഇവിടെ ഭയങ്കര ബഹളമാണ്, അപ്പോൾ ഞാൻ ഉറക്കം ഇങ്ങനെ സംസാരിച്ചാണെന്ന് പറഞ്ഞിട്ട് താൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ജയ കോൾ കെട്ടിയുന്നുണ്ട്. പിന്നീട് എല്ലാവരും കോളേജിലേക്ക് പോവാണ്. കോളേജിൽ എല്ലാവരും നടന്നും കയറി പോകുന്ന സമയത്ത് പെട്ടെന്ന് ജിന്നിൻ്റെ തലയിലേക്ക് അവിടെ സൈഡിലുണ്ടാകുന്ന എന്തോ സ്റ്റാൻഡോ സംഭവം അത് ഇരുന്നൊരു വലിയൊരു കമ്പി കഷ്ണം വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ തലയിൽ ഇങ്ങനെ ബ്ലഡ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ്റെ ബോധവും പോകുന്നുണ്ട്. അപ്പോൾ കൂടെ തന്നെ വാനും ഫാമും എല്ലാവരും നടന്നിരുന്നുണ്ടായിരുന്നു. എല്ലാവരും ടെൻഷനായിട്ട് ഇവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്നിട്ട് എല്ലാവരും ഇവൻ്റെ ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. കാരണം ഡോക്ടർമാർ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ അവൻ്റെ ബോധം എതിരായിട്ട് വന്നിട്ടില്ല. ജയ ഭയങ്കര ടെൻഷനിലാണ്. ജയയുടെ ടെൻഷൻ കാണുമ്പോൾ ഫാമാണെങ്കിൽ നീ ഇത്ര ടെൻഷൻ ആവില്ല, അവന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജിന്നിന് ബോധം വരുന്നുണ്ട്. അവരെല്ലാവരും നീ ഓക്കെ ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം ലേറ്റ് ആയതുകൊണ്ട് തന്നെ വാനും ഫാമും മായും പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവർ ജസ്റ്റ് താഴേക്ക് കൊണ്ടുവിടാനായിട്ട് കൂടെ ജയും പോകുന്നുണ്ട്. അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ജയ തിരിച്ച് ജിന്നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ജയ ഭയങ്കര വിഷമിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ സ്ലീപ്പിംഗ് ബില്ല് കഴിച്ചുകൊണ്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ സ്വപ്നമൊന്നും കണ്ടില്ല, സ്വപ്നം കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നീ നടക്കാൻ പോകുന്ന അപകടം ഞാൻ അറിഞ്ഞേനെ, ഞാൻ തന്നെ രക്ഷിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിനക്ക് ഈ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോഴേ നീ ഇതുപോലെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നു. പക്ഷേ നീ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും നീയാണെങ്കിൽ നിൻ്റെ തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജയ ജിന്നിനെ കിസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. ജിന്നെ പോയാൽ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ്, ഞാൻ മരിച്ചു പോയാൽ പോലും നീയാണെങ്കിൽ അതൊരിക്കലും നിൻ്റെ തെറ്റാണെന്ന് വിചാരിക്കരുത്, നടക്കാനുള്ളത് എന്തായാലും നടക്കും, നീ എനിക്ക് അത് പ്രോമിസ് തരാനായിട്ട് പറയുമ്പോഴത്തേക്കും ജയാണെങ്കിൽ അതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, കാരണം നമുക്ക് നോർമലായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജയാണെങ്കിൽ ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ആവത്തൊന്നുമില്ല, എനിക്കാണെങ്കിൽ നിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വഴികൾ നോക്കുമെന്ന് പറയുന്നുണ്ട്. ജിന്നപ്പോൾ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ നോർമലായിട്ട് മുന്നോട്ട് പോകാം, നീ സ്വപ്നം കാണുന്നതോ എന്നും എനിക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല, ഇന്ന് നീ വല്ല സ്വപ്നമൊക്കെ കണ്ടിട്ട് എന്നെ രക്ഷിക്കാൻ വരുന്നില്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം മരിക്കാൻ എനിക്കും പേടിയുണ്ട്, പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ആ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല, എങ്ങാനും എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീയാണെങ്കിൽ ഒരു കിലോ നിൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താനും പോകരുതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കുറേ കൂടെ കഴിയുമ്പോൾ ജിന്നുള്ള ഹോസ്പിറ്റൽ റൂമിൻ്റെ സോഫയിലാണ് ജയ കിടന്നുറങ്ങുന്നത്. ജയ ഉറങ്ങി കഴിയുമ്പോൾ ജിന്ന് എഴുന്നേറ്റ് വന്ന് അവന് ബ്ലാങ്കറ്റൊക്കെ മൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം ജിന്നിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ജയ ഇങ്ങനെ പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ജിന്നാണെങ്കിൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കാലിനല്ല പ്രശ്നം, നീ എന്നെ ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നടക്കാൻ പറ്റുമെന്നൊക്കെ. ആ സമയം ജയാണെങ്കിൽ വിടുന്നില്ല, എനിക്ക് നിന്നെക്കുറിച്ച് കെയർ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ കൈയും പിടിച്ച് എന്നെ കൂടെ നടക്കുന്നുണ്ട്. എന്നിട്ട് അവനെ സോഫയിലേക്ക് കൊണ്ടിരുത്തുമ്പോഴത്തേക്കും അവിടെ തന്നെ ജയാണെങ്കിൽ വെച്ചിരിക്കുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. ഡയറിക്കകത്ത് അവർ ആക്സിഡൻറ്റ് പറ്റി വണ്ടി ഇടിച്ച് കിടക്കുന്നതിൻ്റെ ഡ്രോയിങ് അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ജിന്ന് കാണാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ്റെ ഡയറി കൊണ്ട് റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അവർ സ്ലീപ്പിംഗ് പിൽസ് അവനാണെങ്കിൽ എടുത്ത് കളയുന്നുമുണ്ട്. അന്ന് നൈറ്റാണെങ്കിൽ ജിന്നിൻ്റെ അമ്മേനെ കാണിക്കുമ്പോഴത്തേക്കും ജിന്നിൻ്റെ അച്ഛനാണെങ്കിൽ നമ്മുടെ ജയയുടെ വിഷ്വലിൽ കണ്ടതുപോലെ തന്നെ ആക്ച്വലി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ജിന്നിൻ്റെ അമ്മയും ജിന്നിൻ്റെ അച്ഛനും തമ്മിൽ ഇപ്പോൾ ജിന്ന് അറിയാതെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അമ്മ നൈറ്റ് കടയിരിക്കുന്ന ടൈമിലെല്ലാം അച്ഛൻ കാണാൻ വരാറുണ്ട്. അവർ ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിൽ പോകുന്നതും. അപ്പോൾ ജയ ഇങ്ങനെ ഒരു വിഷ്വൽ കണ്ടതുകൊണ്ട് തന്നെ അവൻ ആ കടയിൽ അവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ ഈ കാഴ്ച കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ടതനുസരിച്ച് ഇന്നായിട്ട് സ്വയം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ അച്ഛൻ തിരിച്ചു വന്നു, അമ്മയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമെല്ലാം. അച്ഛനുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ ഒന്നിൽ എന്നെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ അച്ഛനെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്മയുമായിട്ട് തർക്കമാവുന്നുണ്ട്. അതിനുശേഷം എന്തോ ആണ് ജിന്നിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ അതെല്ലാം തടയണമെന്ന് ഇപ്പോൾ ജയയുടെ മനസ്സിലൊരു ആഗ്രഹം വരുന്നുണ്ട്. ദിവസം രാവിലെ ജയ ആണെങ്കിൽ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ജിന്ന് ഇപ്പോഴും ഓക്കെ ആവാത്തതുകൊണ്ട് തന്നെ അവനെ കോളേജിലേക്ക് വിടാനായിട്ട് ജയ സമ്മതിക്കുന്നേ ഇല്ല. ജിന്നിന് വേണ്ടിയിട്ട് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യമെങ്കിൽ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജയ കോളേജിലേക്ക് പോകുന്നുണ്ട്. കോളേജ് കാണിക്കുമ്പോഴത്തേക്കും അവൻ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ആകെ മായും വാനും ഫാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിന്നിന് വയ്യാത്തതുകൊണ്ട് ജയും കൂടെ ക്ലാസ് കട്ട് ചെയ്തു എന്ന് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. വാനിനെ ഫാമിനെയും കാണിക്കുകയാണെങ്കിൽ ക്ലാസ് ഇരിക്കുന്ന ടൈമിൽ വരെ വാൻ ഫാമിന് ഇച്ചിരി കിസ്സൊക്കെ കൊടുത്തിട്ട് റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ജയനെ കാണിക്കുന്നുണ്ടെങ്കിൽ ജയ നേരെ ജിന്നിൻ്റെ അമ്മേനെ കാണാനായിട്ട് വരുന്നുണ്ട്. ജിന്നിൻ്റെ അച്ഛനെ ഇതോടെ തിരിച്ചു വന്ന കാര്യം താൻ അറിഞ്ഞുവെന്നും അതിനെക്കുറിച്ച് ജിന്നിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് പറയുന്നതാണ് നല്ലത്, ജിന്നായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല ആൻറ്റി എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അമ്മ ഞാനത് അവൻ്റെ അടുത്ത് പറയണമെന്ന് എന്നും വിചാരിക്കും, പക്ഷേ ജിന്നിന് അവൻ്റെ അച്ഛൻ്റെ പേര് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. നിനക്കും അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ജയ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, കാരണം ജിന്നുമായിട്ട് നിങ്ങളെ കാര്യം സെറ്റിൽ ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ജിന്നിനെ കാണിക്കുകയാണെങ്കിൽ ഈ സമയം ജിന്നെ ജയ അവന് വേണ്ടി റെഡിയാക്കി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജയ അതിൽ സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് മെഡിസിൻ കഴിക്കും, പെട്ടെന്ന് തന്നെ നീ ഓക്കെ ആവും, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ബ്ലഷ് അടിച്ച്
അടിച്ച് ജിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വീണ്ടും ജയിനെ കാണിക്കുകയാണെങ്കിൽ ജിന്നിൻ്റെ അമ്മയായിട്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജിന്നുമായിട്ടൊരു സമയം കണ്ടെത്തി ഞാൻ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാമെന്ന്. അതിനുശേഷം ജയ നേരെ ജിന്നിൻ്റെ ആ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയ സ്ഥലത്തേക്ക് വീണ്ടും പോയി ഇന്ന് അവിടെ ഇങ്ങനെ നോക്കുന്ന ടൈമിന് അവൻ്റെ മനസ്സിൽ ജിന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെയും അത് അഫക്റ്റ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ മാറ്റങ്ങൾ വരുമെന്ന്. കറക്റ്റ് ടൈമിന് ഇവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാറ് വെട്ടിച്ച് വന്നിട്ട് അവനെ ഇടിക്കുന്നുണ്ട്. അവൻ അപകടം പറ്റി അവൻ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്. നന്നായിട്ട് അവൻ്റെ തലയിടിച്ച് ബ്ലഡ് എല്ലാം പോകുന്നുണ്ട്. ഇതൊന്നും തന്നെ ജിന്ന് അറിയുന്നില്ല. ജിന്നാണെങ്കിൽ വീട്ടിൽ ജയ അവന് ഫുഡൊക്കെ വെച്ചേക്കുന്നതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ വെച്ചേക്കുന്ന ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കി നോട്ടെല്ലാം കണ്ടിട്ട് ബ്ലഷായി ഇരിക്കുന്നുണ്ട്. അവൻ തിരിച്ച് ജയയ്ക്കും ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ തന്നെയാണ് കറക്റ്റ് ജയ ആണെങ്കിൽ അവിടെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. ആൾക്കാരെല്ലാവരും അവനെ കൂടി വന്ന് നോക്കുന്നൊക്കെയുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആകുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നവരെ ബൈ.